ഗുഡ് ഈവനിങ് ഗായ്സ്. സമയം വൈകുന്നേരം 7 മണിയായിട്ടോ. നമ്മൾ പാരീസിലാണ്. നമ്മളെ മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ. നമ്മൾ വെള്ളിയാഴ്ച നമ്മൾ ഈ കമ്പനിയിൽ അൺലോഡിങ്ങിന് വന്നതായിരുന്നു. പക്ഷേ നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി അന്ന് ലോഡ് ചെയ്യാൻ പറ്റിയില്ല. നമ്മളെപ്പോലെ തന്നെ വന്ന ഒരു ആഫ്രിക്കക്കാരനാണ് കേട്ടോ. അത് മൂപ്പർക്കും വെള്ളിയാഴ്ച ലോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും തിങ്കളാഴ്ചയെ ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ, തിങ്കളാഴ്ച അൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇത് ഞാൻ വിചാരിച്ചത് ഒരു പാലാണെന്നാണ്, പക്ഷേ ഇത് പാലല്ല കേട്ടോ, ഇത് മെട്രോ ആണ്. ഇത് പാരീസ് മെട്രോ പോകുന്ന പാലാണ്. മെട്രോയ്ക്ക് വേണ്ടിയിട്ടുള്ള മെട്രോൻ്റെ വർക്കാണ് കേട്ടോ. നമ്മൾ വിചാരിച്ചത് എന്തോ പാലം എന്തോ ആണെന്നാണ്, പക്ഷേ പാലം അല്ല, ഇവിടെ മെട്രോ തൂണ്. ഇന്നലെ നമ്മൾ ഈഫിൽ ടവർ കാണാൻ പോയി. നമുക്ക് ഇവിടുന്ന് 20 കിലോമീറ്റർ അടുത്തായിരുന്നു ഈഫിൽ ടവർ. അപ്പം നമ്മൾ ഗൂഗിൾ മാപ്പിൽ അടിച്ച് നോക്കിയപ്പോൾ നമുക്ക് എന്ത് കണ്ടു, നമുക്ക് ടിക്കറ്റ്സ്, നമുക്ക് ട്രെയിൻ മാർഗം ബസ്സും ട്രെയിനും ഒരു ടിക്കറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം എടുത്തിട്ട് നമുക്ക് ഈഫിൽ ടവർ പോകാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇവിടുന്ന് നോക്കിയപ്പോൾ നമുക്ക് 4.5 യൂറോയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, നമുക്ക് ഈഫിൽ ടവർ പോകാമെന്നുള്ളത് കണ്ടപ്പം നമുക്ക് എന്തായാലും വീക്കെൻഡ് വേണം, നമുക്കിനി തിങ്കളാഴ്ച പോകാൻ പറ്റില്ല. അപ്പം നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. ഇതേ ഒരു ഫ്ലൈറ്റ് പോകുന്നു. വണ്ടി നമ്മളിവിടെ പാർക്ക് ചെയ്തു. നമ്മൾ ഇന്നലെ ഉച്ചയ്ക്ക് നമ്മൾ ഭക്ഷണവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. നമ്മൾ നേരെ ഈഫിൽ ടവർ പോയിട്ടോ. നമ്മൾ നിന്ന ലൊക്കേഷനിൽ നമുക്ക് ബസ്സിൽ നമുക്കൊരു 3 സ്റ്റോപ്പ് മാറിയതിന് ശേഷം നമുക്ക് റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നമുക്ക് ഒരു 11 സ്റ്റോപ്പ് നമുക്ക് ആ ട്രെയിനിൽ പോയി എഗെയിൻ നമുക്കൊരു 4 സ്റ്റോപ്പ് വേറൊരു ട്രെയിൻ മാറി കയറി കഴിഞ്ഞാൽ നമ്മൾ ഈഫിൽ ടവർ എത്തിയിട്ടോ. അപ്പം നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ നമ്മൾ മാപ്പിൽ നമുക്ക് പോകേണ്ട ലൊക്കേഷൻ അടിച്ചു നോക്കുക. അതിൽ കറക്റ്റായിട്ട് കാണിക്കും നമുക്ക് എത്ര മീഡിയം ട്രാൻസ്പോർട്ട് ചെയ്യണം. അപ്പം ഞാനിവിടുന്ന് അടിച്ചു നോക്കിയപ്പോൾ നമുക്ക് മാപ്പ് കണ്ടായിരുന്നു. നമുക്ക് 2 പ്രാവശ്യം ഫസ്റ്റ് നമുക്ക് ബസ് മാർഗ്ഗേ പോകാൻ പറ്റുള്ളൂ. നമുക്ക് ഇവിടുന്ന് ഒരു 400 മീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ബസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. ആ ബസ് സ്റ്റേഷനിൽ നമ്മൾ ബസ്സിൽ ഒരു 3 സ്റ്റോപ്പ് നമ്മൾ ബസ്സിൽ പോയി. 3ാമത്തെ സ്റ്റോപ്പിൽ നമ്മൾ ബസ് ഇറങ്ങി അവിടെ നിന്ന് നമ്മൾ ട്രെയിനിൽ കയറി. ട്രെയിനിൽ നമുക്ക് ഫസ്റ്റ് ട്രെയിനിൽ നമുക്ക് 11 സ്റ്റോപ്സ് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇറങ്ങേണ്ടത്. അപ്പോൾ 11ാമത്തെ സ്റ്റോപ്പിൽ ഇറങ്ങി അവിടുന്ന് നമ്മൾ മാറി നമ്മൾ അടുത്ത ട്രെയിൻ പിടിച്ചു. അവിടുന്ന് നമുക്ക് 4 സ്റ്റോപ്പേ ഉള്ളായിരുന്നു കേട്ടോ. 4ാമത്തെ സ്റ്റോപ്പിൽ നമ്മൾ ഈഫിൽ ടവറിൻ്റെ സ്റ്റോപ്പായിരുന്നു. അപ്പം നമുക്ക് അങ്ങോട്ട് ഏകദേശം 4.5 യൂറോ ആയിട്ടോ, 4 യൂറോ 60 സെൻറ്റ്. തിരിച്ചു വരുമ്പോൾ നമുക്ക് പക്ഷേ നമുക്ക് ബസ്സിന് എക്സ്ട്രാ വന്നു, എന്തോ 5.20, അങ്ങനെ ടോട്ടൽ നമുക്ക് 10 യൂറോൻ്റെ ചോട, അതായത് 1000 രൂപയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, നമുക്ക് ഈഫിൽ ടവർ പോയി കാണാൻ പറ്റി കേട്ടോ. നമ്മളിവിടെ ലോക്ക് ആയതുകൊണ്ടാണോ അറിയില്ല, ഒരു ഫ്ലൈറ്റ് പോയത് ഇപ്പോൾ അടുത്ത ഫ്ലൈറ്റ് പോകുന്നു കേട്ടോ. നമുക്കിവിടെ അൺലോഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടുണ്ടായ ഒരു ഗുണം എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് വെള്ളിയാഴ്ച അൺലോഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ 3 ദിവസം പോസ്റ്റ് ചെയ്യും. പക്ഷേ നമുക്ക് ഈഫിൽ ടവർ കാണാൻ പറ്റിട്ടോ. അപ്പം ഇവിടെ ഇന്ന് സൺഡേ ആണ്. സൺഡേ ഇവിടെ വർക്കിംഗ് അല്ല. സാറ്റർഡേ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ സാറ്റർഡേ അൺലോഡ് ചെയ്യാനുള്ള നമുക്ക് സൗകര്യമില്ല. അപ്പം അതുകൊണ്ട് അത് തിങ്കളാഴ്ച ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ തിങ്കളാഴ്ച രാവിലെ നമുക്ക് 8 മണിക്ക് അൺലോഡിങ് ആണ്. അൺലോഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് തിരിച്ച് സ്ലോവേനിയക്ക് പോകാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ പോസ്റ്റ് ആയതിന് നമുക്ക് ഈഫിൽ ടവർ കാണാൻ പറ്റിട്ടോ. അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ അവസരം വരുമ്പോഴാണ് നമുക്ക് ടൂറിസ്റ്റ് സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ പോകാൻ പറ്റുക. അല്ലാണ്ട് നമുക്ക് ടൈമും കാര്യങ്ങളും, അതേപോലെ നമുക്ക് പാർക്കിംഗ് പാരീസിൻ്റെ ഉള്ളിലായിരുന്നു. നമുക്ക് പാരീസിൻ്റെ ഉള്ളിലൊരു ഇതൊരു ഓപ്പൺ ഗ്രൗണ്ടാണ്. ഇവിടെ നമ്മളെ മെട്രോ പണി നടക്കുകയാണ് കേട്ടോ. മെട്രോൻ്റെ പണി നടക്കുകയാണ്. അപ്പം നമുക്ക് സാഹചര്യവും സന്ദർഭവും വന്നതുകൊണ്ട് നമ്മൾ ഈഫിൽ ടവർ കാണാൻ പോയി. അങ്ങനെ നമുക്കൊരു ഈഫിൽ ടവർ കാണാൻ പറ്റിട്ടോ. എല്ലാവരും നമുക്കൊരു വൺസ് വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു, വൺസല്ല, നല്ലൊരു അടിപൊളി ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ ഈഫിൽ ടവർ എന്ന് പറയുന്നത്. അപ്പം നമുക്കിനി നാളെ രാവിലെ നമുക്ക് ഇവിടുത്തെ ഡെലിവറി കഴിഞ്ഞ് നമുക്ക് അടുത്ത ഓർഡർ ആയിട്ടില്ല. അടുത്ത ഓർഡർ വന്നിട്ട് ചന്ദ്രൻ ഉണ്ട് കേട്ടോ ആകാശത്ത്. അപ്പം മെട്രോ ആണ് കേട്ടോ. മെട്രോൻ്റെ പണിയാണ്. മെട്രോൻ്റെ പണീൻ്റെ കുറച്ച് ഇരുമ്പ് സാധനമായിട്ടാണ് ഇറ്റലിയിൽ നിന്നാണ് നമ്മൾ ലോഡ് എടുത്തു കേട്ടോ. നമുക്ക് ഇറ്റലി ടു പാരീസ് ആയിരുന്നു നമ്മൾ ട്രിപ്പ്. നമ്മൾ ഇറ്റലിയിൽ നിന്ന് ചൊവ്വാഴ്ച ലോഡ് ചെയ്തതാണ് കേട്ടോ. ബുധൻ, വ്യാഴം, വെള്ളി. ഓക്കെ, ചൊവ്വാഴ്ച നമ്മൾ ഇറ്റലിയിൽ നിന്ന് ലോഡ് ചെയ്തു. നമുക്ക് വെള്ളിയാഴ്ച രാവിലെ ആയിരുന്നു ഡെലിവറി. നമ്മൾ വെള്ളിയാഴ്ച രാവിലെ തന്നെ എത്തിട്ടോ. നമ്മൾ കറക്റ്റ് 8 മണിക്ക് തന്നെ എത്തി. 8:05 ആയിട്ടുണ്ട്. നമുക്ക് 8 മണിയായിരുന്നു ഡെലിവറി. 8:05 എത്തി. പക്ഷേ നമ്മൾ 5 മണി വരെ നമ്മൾ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ 5 മണിക്ക് നമ്മളോട് പറഞ്ഞത് ഇന്ന് ഇറക്കാൻ പറ്റില്ല, തിങ്കളാഴ്ചയെ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മുടെ 3ാമത്തെ ദിവസമാണ് നമ്മളെ ട്രക്കിൽ. നമ്മൾ പാരീസിൽ ഒരു ഗ്രൗണ്ടിൽ, അതായത് അടുത്ത വിമാനം, നമ്മളിപ്പം വീഡിയോ എടുക്കാൻ വേണ്ടി 3ാമത്തെ വിമാനം കേട്ടോ ഇവിടുന്ന് പോകുന്നത്, നെക്സ്റ്റ് ഫ്ലൈറ്റ്. അപ്പോൾ ഞാനൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. സമയം ഏകദേശം 7 മണിയായി. വൈകുന്നേരം ആകുമ്പോൾ തണുപ്പാണ്. നോർമലി നമുക്ക് നോർമൽ ക്ലൈമറ്റ് ആണ് കേട്ടോ, വലിയ പ്രശ്നമില്ല. ഇപ്പം നമ്മൾ പുറത്തിറങ്ങി നമ്മൾ കുറേ നേരം വണ്ടിയിൽ ഇങ്ങനെ ഉറങ്ങി സിനിമ കണ്ടു, പശ്ചാത്തത്ത മലയാള സിനിമ കണ്ടു. അതൊക്കെ കണ്ട് നമ്മളൊരു ബോറടിച്ചാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയാൽ കണ്ടു.
അപ്പം ഇന്നും കൂടി ഇവിടെ തന്നെ നമുക്കിവിടെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് സൗകര്യം ഉണ്ട് കേട്ടോ. നമുക്ക് അത് അവരെ ഓഫീസാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മളത് യൂസ് ചെയ്യാൻ പറഞ്ഞു. ആ ഓഫീസിൽ നമുക്ക് ബാത്റൂം, ഷവർ, അതേപോലെ ചൂടുവെള്ളം, കിച്ചൺ, ഓവൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്ത് വേണേൽ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. നിങ്ങൾ യൂസ് ചെയ്ത് പറഞ്ഞു. നമ്മൾ പെട്ടുപോയതുകൊണ്ട് അവർ പറഞ്ഞു നിങ്ങൾക്ക് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം അത്രയൊക്കെയുള്ള വിശേഷങ്ങൾ ഫ്രാൻസിൽ, പാരീസിൽ. ഇപ്പം വെതർ എല്ലാ സ്ഥലത്തും ഒരു നോർമൽ ആയിട്ടുണ്ട്. ഓസ്ട്രിയയിലാണ് നമുക്ക് എപ്പോഴും, ഓസ്ട്രിയയിൽ പക്ഷേ ഇപ്പോഴും ഐസാണ് കേട്ടോ. ഓസ്ട്രിയയിൽ കുറച്ച് തണുപ്പ് കൂടുതലാണ്. ബാക്കിയുള്ള സ്ഥലത്തും ഏകദേശം നോർമൽ. ഇറ്റലിയിൽ നല്ല ചൂടാണ്. ഇറ്റലി നമ്മൾ ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല വെയിലാണ് അവിടെ. നല്ല വെയിലായിപ്പോയി. ഇവിടെ ഒരു നോർമൽ ക്ലൈമറ്റ്, രാവിലെകളിലൊക്കെ നോർമലാണ്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതൊരു ആഫ്രിക്കക്കാരനാണ്, ആൾ ലാത്വിയയിലാണ് വർക്ക് ചെയ്യുന്നത്. ലാത്വിയൻ ബേസ്ഡ് കമ്പനിയാണ്, നമ്മൾ സ്ലൊവേനിയൻ ബേസ്ഡ് കമ്പനിയാണ്. അപ്പോൾ പുള്ളിയും പോസ്റ്റായി. പുള്ളിയോട് ഞാൻ ചോദിച്ചായിരുന്നു ഈഫിൽ ടവർ പോയിരുന്നു. പുള്ളി പറഞ്ഞു ഇല്ല, പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞു. നമ്മളും ഉണ്ടായിട്ടല്ല, കടം വാങ്ങിയാണ് നമ്മൾ പോയത്. അങ്ങനെ ഈഫിൽ ടവർ കണ്ടു നമ്മൾ പാരീസിൽ ഈ ട്രിപ്പ് ലേറ്റ് ആയത് കാരണം. അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. അപ്പോൾ ബൈ ബൈ.